എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ ഏറ്റവും നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വലിയ ഗ്രഹങ്ങളായ വ്യാഴം, ശനി, കൂടാതെ നിഴൽ ഗ്രഹങ്ങളായ രാഹു, കേതുവും 2026 മുതൽ 2030 വരെയുള്ള വർഷങ്ങളിൽ നിരന്തരം രാശിമാറ്റങ്ങളൊക്കെ നടത്തുകയാണ്. ഈ ഗ്രഹചലനങ്ങൾ കുംഭക്കൂറുകാരെ എങ്ങനെ ബാധിക്കും? അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ച കുംഭരാശിക്കാരുടെ ജീവിതത്തിൽ ഈ 4-5 വർഷങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങളുടെ തൊഴിൽ മേഖല, സാമ്പത്തികം, ആരോഗ്യം, കുടുംബജീവിതം എന്നിവയിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ഭാഗ്യനിർഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? ഏഴര ശനിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് പൂർണ്ണമായ ഒരു മോചനം ലഭിക്കുക? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു ശാസ്ത്രീയ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ആദ്യം തന്നെ ഈ കാലഘട്ടത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ രാശിയെ നിയന്ത്രിക്കുന്ന പ്രധാന ശക്തികളാണ് ഈ ഗ്രഹങ്ങൾ. വ്യാഴം 2026 ജൂൺ 2-ാം തീയതി കർക്കടകൻ രാശിയിലേക്ക് രാശി മാറി. തുടർന്ന് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം രാശികളിലായിട്ട് അതിവേഗത്തിലും വക്രഗതിയിലുമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഈ 2026 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇത് 6, 7, 8, 9, 10 ഭാവങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ശനി 2027 ജൂൺ വരെ നിങ്ങളുടെ ജന്മരാശിക്ക് തൊട്ടടുത്തുള്ള മീനൻ രാശിയിലാണ്. അതായത് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലാണ്. തുടർന്ന് മേടം, ഇടവം രാശികളിലേക്ക് ശനി പ്രവേശിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഏഴര ശനി ദോഷങ്ങളും അവസാനിക്കുന്നതാണ്. 2026 ഡിസംബർ മുതൽ രാഹു നിങ്ങളുടെ 12-ാം ഭാവമായ മകരത്തിലും കേതു 6-ാം ഭാവമായ കർക്കിടകത്തിലുമായിട്ട് എത്തുന്നതാണ്. തുടർന്ന് 2028 രാഹു 11-ലും കേതു 5-ലും, 2030 രാഹു 10-ലും കേതു 4-ലേക്കും എത്തുന്നതാണ്. ഈ ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റം കുംഭക്കൂറുകാർക്ക് വലിയ ചില പരീക്ഷണങ്ങളുടെയും അതിനുശേഷം അത്ഭുതപൂർവമായ ചില നേട്ടങ്ങളും ഒക്കെ സമ്മാനിക്കുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വർഷം തിരിച്ചു നോക്കാം. 2026 വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവമായ കർക്കിടകത്തിൽ രാശി മാറി. ശനി ഇപ്പോൾ മീനത്തിലാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ ഡിസംബറോടെ രാഹു 12-ാം ഭാവത്തിലേക്കും രാശി മാറും. വ്യാഴം 6-ലും ശനി 2-ലും ഒക്കെ നിൽക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കടുത്ത അച്ചടക്കമൊക്കെ ഈ 2026 പാലിക്കണം. അനാവശ്യ ചിലവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ ആർക്കും ജാമ്യമൊന്നും നിൽക്കരുത്. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട വർഷമാണ് 2026. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ളവരെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഈ പെട്ടെന്ന് എടുത്തിയാടി ജോലിയൊക്കെ രാജിവെച്ച് മറ്റൊരു ജോലിക്കൊക്കെ അത് ഒഴിവാക്കേണ്ടതാണ്. വർഷാവസാനത്തോടെ കേതു 6-ാം ഭാവത്തിലൊക്കെ വരുന്നത് നിങ്ങളുടെ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്താനും സഹായിക്കുന്നതാണ്. 2027 കുംഭക്കൂറുകാരുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. കാരണം 2027 ജൂൺ മാസത്തോടെ നിങ്ങളുടെ ഏഴര ശനി പൂർണ്ണമായും അവസാനിക്കുകയാണ്. ശനി മീനത്തിൽ നിന്ന് മേടൻ രാശിയിലേക്ക്, നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഒപ്പം വ്യാഴം നിങ്ങളുടെ 7-ാം ഭാവമായ ചിങ്ങത്തിലേക്കും വരുന്നുണ്ട്. ഫലങ്ങൾ കഴിഞ്ഞ 7.5 വർഷമായിട്ടൊക്കെ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ ഈ വർഷം ജൂണോടെ ഒരു വിരാമമാകുന്നതാണ്. മനസ്സിന് വലിയൊരു ശാന്തിയൊക്കെ കൈവരുന്നതാണ്. വ്യാഴം 7-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ അവിവാഹിതരുടെയൊക്കെ കാര്യത്തിൽ അനുകൂല തീരുമാനമൊക്കെ ഉണ്ടാകുന്നതാണ്. പങ്കാളിയുമായിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയും കിട്ടുന്നതാണ് ഈ 2027. അതുപോലെ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാനും വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരാനും ഒക്കെ 2027 ഒരു പകുതിക്ക് ശേഷം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ ഇനി 2028 ജൂൺ 23 രാഹു നിങ്ങളുടെ 11-ാം ഭാവമായ ധനുരാശിയിലേക്ക് മാറുന്നുണ്ട്. ജ്യോതിഷത്തിൽ 11-ലെ രാഹു കോടീശ്വര യോഗം വരെ തരാൻ പോകുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കും പ്രവേശിക്കുന്നുണ്ട്.
വിചാരിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നൊക്കെ ധാരാളം പണമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പഴയ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ്. ഇത് 2028 ഫലമാണ്. അതുപോലെ മുടങ്ങിക്കിടന്ന എന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാനും സാധിക്കുന്നതാണ്. ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗമൊക്കെ ഈ സമയത്തുണ്ടാകുന്നതാണ്. കുട്ടികളുടെയൊക്കെ പഠനകാര്യത്തിൽ വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ നിക്ഷേപം നടത്താനും ഈ സമയം അനുയോജ്യമായ ഒരു സമയമാണ്. ഇനി 2029, 2030 വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ വ്യാഴം 9, 10 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 2030 ഏപ്രിൽ മുതൽ 4-ാം ഭാവമായ ഇടവത്തിൽ, അതായത് അർത്ഥാഷ്ടമ ശനി ആരംഭിക്കുന്നതാണ്. 2030 രാഹു 10-ാം ഭാവത്തിലൊക്കെ വരുന്നത് ഇതിൻ്റെ ദോഷങ്ങളെയൊക്കെ ലഘൂകരിക്കുന്നതാണ്. സമൂഹത്തിൽ അന്തസ്സും വിലയുമൊക്കെ നിങ്ങൾക്ക് കൂടുന്നതാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രമോഷനും അതുപോലെ നല്ല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുമൊക്കെ ജോലിയിൽ ഉണ്ടാകുന്നതാണ്. സ്വന്തമായിട്ടൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. അതുപോലെ സ്വന്തമായിട്ട് വീട്, വാഹനം അല്ലെങ്കിൽ ഭൂമി വാങ്ങണം ഒക്കെ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 2029-30 കാലഘട്ടത്തിൽ അത് സാധ്യമാകുന്നതാണ്. അർത്ഥാഷ്ടമ ശനിയുടെയൊക്കെ നേരിയ സ്വാധീനമൊക്കെ ഈ സമയത്തുള്ളതിനാൽ അമ്മയുടെയൊക്കെ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധയൊക്കെ വേണം. എങ്കിലും വ്യാഴത്തിൻ്റെ 9-ാം ഭാവസ്ഥിതി എല്ലാ ദോഷങ്ങളെയും മറികടക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. ഇനി 2026 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തിൽ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 2026 അല്പം മന്ദഗതിയിൽ ഒക്കെ ആയിരിക്കുമെങ്കിലും, അതായത് നിങ്ങളുടെ കരിയർ അല്പം മന്ദഗതിയിലായിരിക്കുമെങ്കിലും 2027 ജൂണിന് ശേഷം നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രാഫൊക്കെ കുതിച്ചുയരുന്നതാണ്. പുതിയ പാർട്ട്ണർഷിപ്പുകളൊക്കെ വിജയകരമാകും. 2028, 29 വർഷങ്ങളിൽ നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് ഒരു നല്ലൊരു കാലഘട്ടം തന്നെയായിരിക്കും. ഈ സാമ്പത്തിക കാര്യം 2026 ചിലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാണ്. കടമൊക്കെ വാങ്ങേണ്ടി വന്നേക്കാം. എന്നാൽ 2027 പകുതിയോടെ വരുമാനമൊക്കെ വർദ്ധിക്കുകയും 2028 വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങൾക്കൊരു സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഏഴരശനിയൊക്കെ മാറുന്നതോടെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ അവസാനിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്കൊക്കെ വിവാഹ സാഫല്യമൊക്കെ ഉണ്ടാകും. ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. 2026 27 തുടക്കത്തിലും ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലിക്കുക. അതുപോലെ 2028 മുതൽ ആരോഗ്യനില തികച്ചും തൃപ്തികരമായിരിക്കും. വരാനിരിക്കുന്ന ഈ 5 വർഷങ്ങൾ തുടക്കത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ തരുമെങ്കിലും ഒടുവിൽ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് ഉറപ്പാണ്. ദോഷ തീവ്രതയൊക്കെ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ചില ലളിതമായ പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ശനിദോഷ പരിഹാരത്തിനായിട്ട് 2027 ജൂൺ വരെ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിക്കോ ഒക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. വ്യാഴം അനുകൂലമല്ലാത്ത സമയങ്ങളിൽ, പ്രത്യേകിച്ച് 2026 വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുക. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനമോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ ദാനം ചെയ്യുന്നത് ഏഴര ശനിദോഷം പൂർണ്ണമായും അകറ്റാൻ സഹായിക്കുന്നതാണ്. പ്രതിസന്ധികളെയൊക്കെ ധീരമായിട്ടൊക്കെ നേരിടുക. കാരണം നല്ലൊരു നാളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.